ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറിന് വേദന വരിക, അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്ന സമയത്ത് മലത്തിൽ നിറവ്യത്യാസങ്ങൾ ഉണ്ടാവുക, പുകച്ചിൽ അനുഭവപ്പെടുക, നെഞ്ചെരിച്ചിൽ, ഈ വക ബുദ്ധിമുട്ടുകൾ ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കേസിലായാലും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കുമ്പം തന്നെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ എരിവേറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയറിന് ഭയങ്കരമായിട്ടൊരു അസിഡിറ്റി പോലെ, വയറിൻ്റെ എരിച്ചിലൊക്കെ പോലെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വയറിലുണ്ടാവുന്ന അൾസർ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമുക്കറിയാം, നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരുപാട് നല്ല ബാക്ടീരിയാസും ഉണ്ട്, ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. അപ്പോൾ വയറിൽ എച്ച് പൈലോറി ബാക്ടീരിയ, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ പ്രസൻ്റ് ആണ്. അതിൻ്റെ പ്രൊഡക്ഷൻ അമിതമാകുമ്പോഴാണ് ഒരു അൾസർ ടെൻഡൻസിയിലേക്ക് പോകുന്നത്. അത് നോർമലി നമ്മുടെ ഗട്ടിൽ പ്രസൻ്റ് ആയിട്ടിരിക്കും. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഈ എച്ച് പൈലോറി പ്രൊഡക്ഷൻ അമിതമാകും. നോർമലി ഈ ഒരു എച്ച് പൈലോറിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മളെ ഗട്ടിലെ HCl സെക്രീഷൻസ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ ആസിഡ് സെക്രീഷൻ്റെ സഹായത്തോടു കൂടിയാണ് എച്ച് പൈലോറി ബാക്ടീരിയാസ് എല്ലാം അമിതമായി കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ എച്ച് പൈലോറി ബാക്ടീരിയ അല്ലെങ്കിൽ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പം അത് നമ്മുടെ മ്യൂക്കസ് ലൈനിങ് അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ അല്ലെങ്കിൽ ആമാശയ ഭിത്തികളുടെ ലൈനിങ്ങിൽ പോയിട്ട് അവിടെ ഒരു അൾസർ ക്രിയേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അൾസർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയ അല്ലെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറി ആണ് അൾസർ, അതായത് വയറിലുണ്ടാവുന്ന അൾസർ ടെൻഡൻസിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത്. എച്ച് പൈലോറി ബാക്ടീരിയ ഒരു 80% കോസസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. എന്നാൽ റിമൈനിങ് ഒരു 20-30% കോസസും പറയാവുന്നുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ അമിതമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ അമിതമായിട്ട് പുകവലിക്കുന്ന ആളുകളിൽ നമുക്കറിയാം, ഈ പുകവലിച്ചാൽ എങ്ങനെയാണ് അത് വയറിനെ എഫക്റ്റ് ചെയ്യുക, അത് ഈ ലങ്സിനെയല്ലേ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ശ്വാസകോശത്തിനെയാണല്ലോ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നുള്ള സംശയം ഉണ്ടാവും. പുകവലിക്കുന്ന സമയത്ത് 70% സ്മോക്കും നമ്മുടെ ലങ്സിലേക്കും ബാക്കി ഒരു 30% നമ്മുടെ ആമാശയത്തിലേക്കും ഡിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ സർക്കുലേഷൻസിൽ ഇംബാലൻസ് അല്ലെങ്കിൽ ആ മ്യൂക്കസ് ലൈനിങ്ങിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ട് അൾസർ ഫോർമേഷൻസ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ അത് പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാക്കും. ഗ്യാസ്ട്രൈറ്റിസ്, ഫാറ്റി ലിവർ, അതേപോലെ സിറോസിസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തേത്, നിങ്ങളെ ഇറഗുലർ ഫുഡ് പാറ്റേൺസ്. ഇറഗുലർ ഫുഡ് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഇന്ന് ആളുകൾ ഒരു പ്രോപ്പർ ടൈമിങ്ങിലായിരിക്കില്ല ഫുഡ് കഴിക്കുക. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 7:30 to 8 o'clock കഴിക്കണമെന്നാണ് പറയാറ്. പക്ഷെ നമ്മുടെ ജോലി തിരക്കിൻ്റെ ഭാഗവും അല്ലെങ്കിൽ പഠനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കും, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കഴിക്കും. 8 മണിക്ക് കഴിക്കേണ്ടത് ചിലപ്പോൾ ഒരു 11 മണിക്കും 12 മണിക്കും ഒക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. അപ്പം നമ്മളൊരു ബ്രേക്കിന് ശേഷം കഴിക്കേണ്ട ഫുഡ് ആയതുകൊണ്ട് തന്നെ അത് മേജർ എനർജി സോഴ്സ് ആണ് ഗട്ടിലും അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലും. അപ്പോൾ അതിലൊരു ബ്രേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസ്ട്രബിൾ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഈ പറഞ്ഞിട്ടുള്ള കോളകളും പെപ്സി, മിറണ്ട അല്ലെങ്കിൽ ഇത്തരം കൂൾ ഡ്രിങ്ക്സ് കഴിക്കുക, അമിതമായിട്ട് മധുരം കഴിക്കുക, എരിവേറിയ ആഹാരങ്ങളൊക്കെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ, ചായയും കാപ്പിയൊക്കെ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുമ്പോഴാണ് ഗട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് ആയിട്ട് പറയാം. അതായത് ഇറഗുലർ പാറ്റേൺ ഓഫ് ഈറ്റിങ്ങിൽ വരുന്ന ഒരു കോസാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നൈറ്റ് ടൈമിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക, ഈ എരിവേറിയ ആഹാരങ്ങളൊക്കെ നമ്മൾ നൈറ്റിൽ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും, അതും ഇതിൻ്റെ ഒരു റൂട്ട് കോസ് ആയിട്ട് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ അമിതമായിട്ട് എരിവേറിയ ആഹാരങ്ങൾ കഴിക്കുക, ഓയിലി ആഹാരങ്ങൾ കഴിക്കുക, പിന്നെ ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, അതേപോലെ കൂടുതൽ സ്പൈസി അല്ലെങ്കിൽ പങ്ക്ജൻ്റ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. നാലാമത്തെ ഒരു കോസ് എന്ന് പറയുന്നത് ഓവർ സ്ട്രെസ് അല്ലെങ്കിൽ ഓവർ ആങ്സൈറ്റി. നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹോൾ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും, എസ്പെഷ്യലി ഫിസിക്കൽ ഹെൽത്തിനെ ഡാമേജ് ആക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ടെൻഷൻ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് ആയിട്ട് പറയാം. പിന്നെ നമുക്ക് ഇത് കൂടാതെ തന്നെ നമ്മൾ എന്തെങ്കിലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് കഴിക്കുക, അല്ലെങ്കിൽ നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രഗ്സ് കഴിക്കുന്ന കേസസ്, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുന്ന NSAIDs പോലത്തെ മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ പാരസെറ്റമോളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡോക്ടേഴ്സ് തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് ഗ്യാസിൻ്റെ ഗുളികയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാറില്ലേ. അപ്പം അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ മെഡിക്കേഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഒരു അൾസർ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല, ലാക്ക് ഓഫ് എക്സസൈസ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ഈ പറഞ്ഞിട്ടുള്ള അൾസർ ഫോർമേഷൻസും എച്ച് പൈലോറി ബാക്ടീരിയൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമുക്ക് ലക്ഷണങ്ങളായിട്ട് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ, ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഒരു ബേണിംഗ് സെൻസേഷൻസ് ഉണ്ടാവും, വയറിന് ഒരു പുകച്ചിൽ അനുഭവപ്പെടുക. ഈവൻ കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ വയറിന് പെട്ടെന്ന് വീർത്ത് വരിക, പെട്ടെന്ന് തന്നെ വയറ് ഫുള്ളായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ, ഓക്കാനം രൂപപ്പെടും, ചിലപ്പോൾ ഛർദിയായിട്ട് കാണിക്കാവുന്നതാണ്. ഇപ്പം മലം പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബ്ലഡ് മിക്സ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ബ്രൗൺ സ്റ്റൂള് പോലെ കാണാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് കളേർഡ് സ്റ്റൂളൊക്കെ മലം കാണുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു കോസായിട്ട് പറയാവുന്നതാണ്. അമിതമായിട്ടുള്ള കീഴ്വായുടെ ബുദ്ധിമുട്ടുകൾ ഏമ്പക്കായിട്ട് കാണാം, ചിലപ്പോൾ പുളിച്ച് തികട്ടി വരുന്ന പ്രശ്നങ്ങളാവാം, നെഞ്ചരിച്ചിലായിട്ടും കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു അപ്പർ പാർട്ട് ഓഫ് ദ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ പെയിനും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്യാസ്ട്രോ ഈസോഫലേഗിയൽ റിഫ്ലക്സ് ഡിസീസിൻ്റെ പ്രശ്നമാണ്. അതായത് നമ്മുടെ ആ ഒരു ആമാശയത്തിനെയും ഈസോഫാഗസിനെയും കണക്ട് ചെയ്യുന്ന സ്ഫിൻറ്റർ, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു റിലാക്സിങ്, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്, അവിടെ എന്തെങ്കിലും സ്ഫിൻറ്ററിന് തകരാറുകൾ ഉണ്ടാകുമ്പോഴാണ് ഗേർഡ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് നെഞ്ചരിച്ചിൽ, കീഴ്വായു ബുദ്ധിമുട്ടുകൾ, ഏമ്പക്കായിട്ടും പുളിച്ച് തകർത്തി വരുന്ന പ്രശ്നങ്ങളും കാണിക്കുന്നത്. ഇനി ഗ്യാസ്ട്രിക് അൾസറിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, ഗട്ട് റിലേറ്റഡ് അല്ലാത്ത ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അനീമിയ, രക്തക്കുറവുകൾ ഉണ്ടാവും, ദെൻ വെയിറ്റ് കുറഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, മുടി കൊഴിച്ചിലുണ്ടാവും, ചിലപ്പോൾ മുടി ഭയങ്കരമായിട്ട് നേരത്തെ കട്ടി കുറഞ്ഞ പോലെ ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, സ്കിന്നിൽ ഭയങ്കരമായിട്ട് എക്സിമ, ഡാൻഡ്രഫ്, ദെൻ ചൊറിച്ചിൽ പോലത്തെ പ്രശ്നങ്ങൾ കാണിക്കാവുന്നതാണ്, നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, നഖങ്ങൾ പെട്ടെന്ന് ഡാമേജ് സംഭവിക്കുക. ഇതൊക്കെയാണ് മെയിൻലി ഈ പറഞ്ഞിട്ടുള്ള ഗ്യാസ്ട്രിക് അൾസറിൻ്റെ ഗട്ട് റിലേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് കംപ്ലയിൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാനേജ്മെൻറ്റ് സൈഡ് നമ്മളൊന്ന് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് സിവിയർ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എരിവ്, അധികമായിട്ടുള്ള പുളി, അധികമായിട്ടുള്ള ഓയിലി, ഇത്തരം എക്സ്ട്രീംസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ അത്യാവശ്യം പച്ചക്കറികൾ കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക, കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗങ്ങൾ കുറയ്ക്കുക. പിന്നെ അത്യാവശ്യം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആഹാരങ്ങൾ അത്യാവശ്യം ഉൾപ്പെടുത്താവുന്നതാണ്. ദെൻ നട്ട്സ്, സീഡ്സ് ഒക്കെ ഡെയിലി ബേസിസിൽ കഴിക്കാം. അത് ഈ ബ്ലോട്ടിംഗ് ടെൻഡൻസി ഒക്കെ കുറയ്ക്കുന്നത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ആഹാരങ്ങൾ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പല പഠനങ്ങൾ എന്ന് പറയുന്നുണ്ട്, കിണറിലെ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അത് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ കിണറിലെ വെള്ളത്തിലൊക്കെ ഈ എച്ച് പൈലോറി ബാക്ടീരിയൻ്റെ പ്രസൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ എപ്പോഴും കിണറിലെ വെള്ളം യൂസ് ചെയ്യുമ്പം അത് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക, എന്നാലുള്ള ആ ബാക്ടീരിയ ഡിസ്ട്രോയ് ആയിട്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വാട്ടർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത്തരം കൂൾ ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യം നമ്മളെ ദഹനത്തിന് കൂളാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ തൈരോ മോരോ പഴങ്കഞ്ഞിയോ ഒക്കെ അത്യാവശ്യം കഴിക്കാവുന്നതാണ്. ഓവർ സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. പിന്നെ ഓവർ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ പരമാവധി, അതായത് അസിഡിക് നേച്ചർ കൂടുതലുള്ള ആഹാരങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇലക്കറികൾ കഴിക്കാം. ദെൻ അതേപോലെ തന്നെ അത്യാവശ്യം പച്ചക്കറികളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താവുന്നതാണ്. അത്യാവശ്യം വെള്ളം കുടിക്കുക, ഒരു 3 ലിറ്ററെങ്കിലും മിനിമം നിങ്ങളെ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ടൈമിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത്യാവശ്യം വർക്കൗട്ടുകൾ, ബവൽ മൂവ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളും ഇതിനോടൊപ്പം ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു റൂട്ടീൻ പോലെ പോയി കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. ചെറിയൊരു വേദന വരുമ്പോൾ നമ്മൾ മരുന്നിന് ഡിപ്പെൻഡഡ് ആവാതെ കുറച്ച് ചേഞ്ചസ് നമ്മൾ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്